അങ്ങനെ ഞാനും അയനും ഒരു ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിരിക്കണത് പുഞ്ചപ്പാടത്തുള്ള പുഞ്ച പാർക്കിലേക്കാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇത് വടക്കേക്കാട് പുത്തമ്പള്ളി കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ചേലക്കരയ്ക്ക് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 2.5 മണിക്കൂർ സമയം എടുത്തു കേട്ടോ. ആക്ച്വലി ഇതൊരു അടിപൊളി പാർക്കാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഗെറ്റ് ടുഗതറോ വേറെ എന്തെങ്കിലും ചെറിയ പ്രോഗ്രാമോ ഒക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ചെറിയൊരു ഏരിയയും കൂടി ഉണ്ട്. ഈ ഒരു പാർക്കിൻ്റെ ചുറ്റുമായിട്ട് നല്ല അടിപൊളി പാടവും പിന്നെ നല്ല പ്രകൃതി രമണീയതയുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പം ഇതിൽ വഞ്ചിപ്പുര നീതി കാണിച്ചില്ലേ, അതാണ് കേട്ടോ നമ്മുടെ മീറ്റപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഏരിയ. അപ്പം ഇത് ആക്ച്വലി നമ്മൾ ഇവിടേക്ക് എന്തിനാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നടത്തുന്ന വിരുന്ന് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറേ ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ ഏരിയകളിലൊക്കെ നമ്മൾ വിരുന്ന് നടത്തുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ മെയിൻ ക്യാമറാമാൻ ഇവനാണ് കേട്ടോ. ഇവൻ്റെ ബ്രദറാണ്, ഇപ്പോൾ ബ്രദറിലും കൂടിയാണ്. അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. അവർക്ക് ഓൾറെഡി വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ ലേറ്റ് ആയിട്ട് എത്തിയിട്ടാ. അപ്പം ഇനി നമ്മുടെ മെയിൻ കാര്യപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു പുഡിങ് കഴിച്ചിട്ടോ. കുട്ടികളൊക്കെ അവിടെ ഭയങ്കര കളിത്തിരക്കിലാണ്, അവർക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട. ഇന്നത്തെ സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജിലേബിയും കഴിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഒരു ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ എടുത്ത്